യാക്കോബായ സുറിയാനി സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക മുൻ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനവും പത്രിയാർക്ക ദിനാഘോഷവും നിരവധി വിശ്വാസികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. സഭാ ആസ്ഥാനമായ പുത്തൻകുരിശ് പാത്രിയാർക്ക സെൻട്രൽ മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ പരിശുദ്ധ ഇഗ്നാത്തിയോസ് സാഖാ നഗറിൽ നടന്ന ശ്രേഷ്ഠ ബാവായുടെ മഹാപൗരോഹിത്യ സുവർണ ജൂബിലി സമാപന സമ്മേളനത്തിലും പാത്രിയാർക്ക ദിനാഘോഷത്തിലും ആയിരങ്ങളാണ് അണിചേർന്നത്. ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ മോർ ഇഗ്നാത്തിയോസ് അഫ്രേം ദ്വിതീയൻ പാത്രിയാർക്കീസ് ബാവ അധ്യക്ഷത വഹിച്ചു. മഹാപൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ശ്രേഷ്ഠ ബാവായെ പരിശുദ്ധ ബാവ ആദരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ശ്രേഷ്ഠ ബാവ നമ്മുടെ നാടിൻ്റെ സൗഭാഗ്യമാണെന്നും ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള ധൈര്യവും ശക്തിയുമാണ് ബാവായെ വേറിട്ട് നിൽക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അർഹതപ്പെട്ടത് നേടിയെടുക്കാനുള്ള നേതൃത്വപാഠവും അർപ്പണബോധവും അഭിനന്ദനീയമാണ്. ശ്രേഷ്ഠ ബാവായുടെ ജീവിതം കേരള സമൂഹത്തിന് മാതൃകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആത്മീയ പിതാവ് എന്ന നിലയിൽ താൻ എപ്പോഴും നിങ്ങൾക്കൊപ്പം ഉണ്ടെന്നും നിങ്ങൾ നിൽക്കുന്ന സ്നേഹത്തിന് നന്ദിയുണ്ടെന്നും പരിശുദ്ധ ബാവ സഭാവിശ്വാസികളോട് പറഞ്ഞു. ശ്രേഷ്ഠ ബാവായുടെ പ്രതിസന്ധികളിൽ തളരാതെയുള്ള പോരാട്ട വീര്യം സഭയ്ക്ക് കരുത്തായിരുന്നുവെന്നും യാക്കോബ് ഉദ്ദാന എന്ന സവിശേഷ നാമം അനർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു ശ്രേഷ്ഠ ബാവായുടേതെന്നും പരിശുദ്ധ ബാവ പറഞ്ഞു. സമ്മേളനത്തിൽ പരിശുദ്ധ ബാവ പരിശുദ്ധ സുനഹദോസിൻ്റെയും സഭാസമിതികളുടെയും ശുപാർശ അംഗീകരിച്ചുകൊണ്ട് അഭിവന്ദ്യ ജോസഫ് മോർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തായെ ഔദ്യോഗികമായി മലങ്കര മെത്രാപ്പോലിത്തയായി പ്രഖ്യാപിച്ചുകൊണ്ട് കുരിശുമാല അണിയിച്ച് ആദരിച്ചു. തുടർന്ന് പ്രഥമ ശ്രേഷ്ഠ ബാവ പുരസ്കാരം മുഖ്യമന്ത്രി ISRO ചെയർമാൻ ഡോക്ടർ S സോമനാഥിന് നൽകി ആദരിച്ചു.